ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാൽപ്പൻ ടോക്സിന്റെ ഫുഡ് ടോക്സ്, അതായത് യൂറോ ആൻഡ് കോപ്പ അമേരിക്കനെ പറ്റിയുള്ള എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഫർസീൻ, ആദിൽ ആൻഡ് ഷാമിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ടോപ്പ് ആയിട്ടുള്ള ടീംസ് ലൈക്ക് സ്പെയിന്, ഇംഗ്ലണ്ട്, പിന്നെ പോർച്ചുഗൽ, ഇറ്റലി, ഫ്രാൻസ്, ഇവരുടെയൊക്കെ ഒരു സോഫാർ ടൂർണമെന്റിന്റെ ഒരു അനാലിസിസിനെ പറ്റിയാണ്. അപ്പോ ഫസ്റ്റ് ഇംഗ്ലണ്ടിന്റെ ഈ ഒരു ടൂർണമെന്റിന്റെ വിലയിരുത്തൽ എങ്ങനെയുണ്ട്? ലൈക്ക് അവര് ആ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നല്ലോ. അപ്പൊ ഫർസീന്റെ അഭിപ്രായം എന്താണ് അവരുടെ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ട്? ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഫ്ലോപ്പ്, ഡിസപ്പോയിന്റ്മെന്റ്. കഴിഞ്ഞ 5-6 ടൂർണമെന്റ് ഉള്ള പോലെ സ്റ്റാക്ക് ടീം വെച്ച് ഇത്ര വേഴ്സ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നത്. അത് ഓരോ ടൂർണമെന്റ് കഴിയുന്തോറും പെർഫോമൻസ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൂർണമെന്റ് വേൾഡ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കാരണം അദ്ദേഹം ഫേവറേറ്റ്സിനെ സെലക്ട് ചെയ്യാണ്ട് നല്ല ഓൺ ഫോം പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തതാണ്. അതിൽ സാധാരണ രീതിയിൽ വ്യത്യാസമായതുകൊണ്ട് ഫാൻസിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് കളിയിൽ വന്നപ്പോ ഒരു നോ ചേഞ്ചസ്, നോ വാട്ട്സോവർ, നോ ഗെയിം പ്ലാൻ, ഒന്നുമില്ല കളിയിൽ. നോ ഗെയിം പ്ലാൻ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷെ ഈ പ്ലെയറുള്ള കുറച്ച് പ്ലേയേഴ്സിനെ പരീക്ഷിക്കുക, അതുമില്ല. പ്ലേയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷനെ കളിപ്പിക്കുന്നതാണ് ഏറ്റവും ഫസ്റ്റ് പ്രശ്നം വരുന്നത്. മെയിൻലി ലെഫ്റ്റ് വിംഗിൽ പോടനെ കളിപ്പിച്ച്, പിന്നെ മിഡ്ഫീൽഡിൽ അർണോൾഡ് കളിപ്പിച്ചു. അത് ഫസ്റ്റ് കളിയിൽ ഫെയിലായി. സെക്കൻഡ് കളി റിപ്പീറ്റ് ചെയ്യാതെ അതുമില്ല. പിന്നെയും സെയിം റെപ്പിറ്റേഷൻ, സെയിം കളി. ഈ ഇപ്പൊ യൂറോയിലെ എത്ര ടീം, 24 ടീം മറ്റുമില്ലേ? അത് ഒരു ടാക്ടീസും ഒരു ഗെയിം പ്ലേനും ഒരു ബേസിക് ഫുട്ബോൾ ടാക്ടീസ് ഇല്ലാതെ കളിക്കുന്ന ടീമാണ് ഇംഗ്ലണ്ട്. പിന്നെ പ്ലെയേഴ്സിനെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സ്റ്റേജിൽ പ്ലെയേഴ്സിനെ പഴി ചാരുന്ന സമയം ആ സ്റ്റേജ് കഴിഞ്ഞു. അത് ഫുള്ള് മാനേജറിന്റെ തലയാണ്. കാരണം അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ പ്ലെയേഴ്സിനും ചെറിയൊരു പങ്കുണ്ട് ഇതിൽ. കാരണം ഇതിനു മുമ്പ് തുടങ്ങിയിരുന്ന കെയ്ന്, ഫോർഡന് ടാക്ടീസ് ഇല്ലായിരുന്നെങ്കിൽ പോലും അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസോ പിന്നെ സെൽഫ് ക്വാളിറ്റി അവർ കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒന്നുമില്ല. നോ പ്ലെയിൻ അറ്റ്ലീസ്റ്റ് പ്ലെയിൻ ഫുട്ബോൾ കളിക്കാം. ഓക്കെ, ഗാർഡിയോള, ആൻസിലോട്ടി പോലെ ഇന്റലിജന്റ് ഫുട്ബോൾ അല്ലെങ്കിൽ ബ്രില്യൻ ഫുട്ബോൾ കളിക്കൊന്നുമില്ല. ബേസിക് ഫുട്ബോൾ 4-3-3 വെച്ച് അത് കളിക്കാം. പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും എൻ പ്രൊഡക്റ്റ് ഒരു കാര്യമില്ല. സമയം കഴിഞ്ഞു. ഈ കോൾ പാൽമർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫോം ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഇറക്കാത്തതില് ഫർസീന്റെ അഭിപ്രായം എന്താണ്? പാമർ ഒരു മിനിറ്റ് കൂടി കിട്ടിയില്ലേ 2 കളിയിൽ? ഒരു പാമറും ഗോർഡനും ഏറ്റവും ഇൻഫോം ഉള്ള ഫോർവേഡ്സ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണ്ട, കുറച്ച് മിനിറ്റ്സ് കളിപ്പിക്കാം ലാസ്റ്റ്. ഓക്കെ, ഈ സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സ് വർക്ക് ആയപ്പോ ഇവർ കളിപ്പിക്കാം ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സോ 5 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ്. അതുകൂടി കൊടുക്കുന്നില്ല. പാമർ മാത്രമല്ല, ബോബി മൈനു മിഡിൽ ഓഫ് ദ പാർക്ക് ജീനിയസ് പ്രൂവ് ചെയ്ത പ്ലെയർ ആണ്. ആ ചെക്കന് ഒരു മിനിറ്റ്, എനിക്കൊന്ന് 2-3 മിനിറ്റ് ഫസ്റ്റ് കളി കളിച്ചത്. അത് ജയിക്കുന്ന ഉറപ്പുണ്ട് ആ സ്റ്റേജിൽ ഇറക്കുന്നല്ലാണ്ട് ഒരു ഗെയിം ചേഞ്ചർ എന്ന രീതിയിൽ ഇറക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അതാണ് മെയിൻ കാര്യം. അദ്ദേഹത്തിന്റെ സ്റ്റബോൺനെസ്സിൽ കാണാം. നമുക്ക് എത്ര ക്രിറ്റിസൈസ് ചെയ്താലും അദ്ദേഹം മാറുന്നില്ല. പിന്നെ ഈ സ്റ്റാർ പ്ലേയേഴ്സ് ഉള്ളതിലല്ല കാര്യം. സ്റ്റാർ പ്ലേയേഴ്സ് ഇപ്പൊ കുറെ വന്നാലും ടീമിൽ സ്റ്റാറിന്റെ എണ്ണം കൂടുന്നില്ല ജേഴ്സിയിൽ. അതാണ് ഇംഗ്ലണ്ടിന്റെ പ്രശ്നം. അതാണ് പ്രശ്നം. ഈ സ്റ്റേജിൽ എനിക്ക് ഇങ്ങനെ തോറ്റിയാൽ നല്ലത്. കാരണം അങ്ങനെയെങ്കിൽ അദ്ദേഹം മാറുമല്ലോ, ടീമിൽ നിന്ന് പുതിയ മാനേജർ വരുമല്ലോ. അതിനൊരു വഴിയായിട്ട് ഈ ടൂർണമെന്റ് സാക്രിഫൈസ് ചെയ്യാം. വേറെ വഴിയൊന്നും കാണില്ല. കാരണം വേൾഡ് കപ്പാണ് അടുത്ത് വരാൻ പോകുന്നത്. ഇദ്ദേഹത്തെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫിലിപ്സിനെ മിസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പ്രൊജക്ട് ചെയ്യുന്നതാണ് കോമഡി. പോൾ സ്കോൾസ്, ഷാവി ലെവൽ അദ്ദേഹം എന്തോ വലിയ ഇൻഫ്ലുവൻസ് ചെയ്ത പോലെ. കാൽവിൻ ഫിലിപ്സ് ഇതേപോലെ എന്ന് പറയുന്ന തട്ടിമുട്ടി ഫുട്ബോൾ കളിച്ച് സെമി ഫൈനൽ വെച്ച് ആ ടീമിന്റെ ഒരു ഭാഗമായിരുന്നാണ് കാൽവിൻ ഫിലിപ്സ് പ്രത്യേകിച്ച് ആ പ്രാവശ്യം ഒന്നും ചെയ്തില്ല. ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാൽവിൻ ഫിലിപ്സ്. ആവറേജ് പ്ലെയർ ആണ് കാൽവിൻ ഫിലിപ്സ് ഒക്കെ. അതൊക്കെ ഒരു മുടന്ത ന്യായമാണ്. ഇതുപോലത്തെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഫ്രണ്ട് മൈനു,
ബെല്ലിംഗാം റൈസ് ഒക്കെ വെച്ചിട്ട് കാലും വിളിച്ചിനെ മിസ് ചെയ്യുന്ന പാർട്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇഷ്ടമായിരുന്നു. ഒരു പകിടല്ല, ഒരു ഒരു എന്താ പറയുക, നിർത്താത്ത സ്റ്റേറ്റ്മെന്റ് അല്ല. ട്രെൻഡിനെ പൊസിഷനിൽ കളിപ്പിച്ചിട്ട് എന്തായി? ട്രെൻഡിനെ പൊസിഷനിൽ ഔട്ട് ഓഫ് പൊസിഷനല്ലേ കളിപ്പിച്ചത്. ട്രെൻഡ് റൈറ്റ് അതന്നെ. ട്രെൻഡിനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചിട്ടും വലിയ ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ലിവർപൂൾ ഫാൻസ് മിഡ്ഫീൽഡിൽ കളിച്ചാല് ബാക്ക് ലിവർപൂൾ ഫാൻസ് മിഡ്ഫീൽഡിൽ കളിപ്പിച്ച പുള്ളി വേറെ പ്ലെയറാന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിന്റെ ഫിലിപ്പിലാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലിവർപൂൾ ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രെൻഡിന്. ഇംഗ്ലണ്ട് ഒന്നാമത് ലിവർപൂൾ കളിച്ചൊരു ഹൈബ്രിഡ് റോളാണ്, റൈറ്റ് ബാക്ക് മിഡ്ഫീൽഡ് റോൾ. പക്ഷെ ഇംഗ്ലണ്ട് എവിടെ കളിച്ചാലും ആര് കളിച്ചാലും എങ്ങനെ കളിച്ചാലും ഇദ്ദേഹത്തിനുണ്ടല്ലോ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിലിപ്പോ എല്ലാ ട്രെൻഡിനെ ബ്രില്യന്റ് പ്ലേയേഴ്സ് പോലും സൗത്ത് ഗേറ്റിന്റെ അണ്ടറിൽ ഡള്ളായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതന്നെ. പക്ഷെ മീഡിയാസ് ഇപ്പൊ ട്രെൻഡിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, കാരണം ഔട്ട് ഓഫ് പോസ്റ്റിനെ കളിക്കുന്നത്. ട്രെൻഡ് എനിക്ക് തോന്നുന്നു 2 കളി ആവറേജ് കളി ട്രെൻഡ് കളിച്ചിരുന്നു. ഡെൻമാർക്കിനെതിരെ ട്രെൻഡിനെ സെക്കൻഡ് ഹാഫിൽ പിൻവലിച്ചിട്ട് കോണർ ഗാലറിന് ഇറക്കിയതിനു ശേഷം കുറച്ച് ഇതായിരുന്നു. ഒരു ഇമ്പാക്ട് ഉണ്ടായില്ല. അറ്റ്ലീസ്റ്റ് ഓനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രെൻഡിന്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ലോങ് പാസസ് കറക്റ്റ് ആക്യുറേറ്റ് പാസസ് പ്രതീക്ഷിക്കാം ട്രെൻഡ് ഉണ്ടാകുമ്പോൾ. കാലഗറിന് ഒരു വർക്ക് ഹൗസ് മേലാണ്, കാലഗറിന് കളി ക്രിയേറ്റിവിറ്റി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ട്രെൻഡിന്റെ സൈഡിൽ അങ്ങനത്തെ ഒരു കാര്യം മിഡ്ഫീൽഡറിലാണ് പോലും ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ട് ആസ് യൂഷ്വൽ ഡിസപ്പോയിന്റിങ് തന്നെയാണ് അവരുടെ കളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്പ് ഫ്രാൻസിന്റെ 2 കളി കഴിഞ്ഞിട്ട് ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നും കാര്യമായിട്ട് ലൈക്ക് അവരൊരു ഹെവി ബാലൻസ്ഡ് സ്ക്വാഡ് എന്ന് എല്ലാവരും പറഞ്ഞ് യൂറോസ് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 കളി കഴിഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഫ്രാൻസിന്റെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലിലുള്ള ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള കളിയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് ഷാമിൽ? ഫ്രാൻസ് ഈ ഒരു യൂറോയിലേക്ക് വരുമ്പോ ഫേവറേറ്റ്സ് ആയിരിക്കും. കാരണം ഇത്രയും കുറെ നല്ല സ്ക്വാഡ് പ്ലേയേഴ്സ് ഉണ്ടായിട്ടും നല്ല രീതിക്ക് മുന്നേറുന്നു പ്രതീക്ഷിച്ചൊരു ടീമാണ്. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള കളികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നെതർലാൻഡ്സിനെതിരെ ഗ്രീസ്മാന് കുറെ ചാൻസ് കിട്ടി, ഗ്രീസ്മാൻ അത് ഫിനിഷ് ചെയ്തില്ല. പിന്നെ എംബാപ്പെ ബെഞ്ചിലുമായി. എംബാപ്പേനെ വെച്ചാണ് ഇപ്പൊ ഈ ഒരു യൂറോയില് നമ്മൾ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് കൂടുതലും. ഇപ്പോ ചില സമയങ്ങളിൽ എംബാപ്പന്റെ മിസ്റ്റേക്സ്. എൻഗോളോ കാന്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് 2 മാൻ ഓഫ് ദി മാച്ചസ് നേടി. പക്ഷേ അയ്യമോ എന്റെ അഭിപ്രായത്തില് അതിനു മാത്രം കളി അവൻ കളിച്ചിട്ടില്ല. ഫ്രാൻസിന്റെ കഴിഞ്ഞ 2 കളികളിൽ അതില് എല്ലാരും ആവറേജ് കളി കളിച്ചതിൽ കുറച്ചുകൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്തത് കാന്തയാണ്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ആദ്യം? കാന്റന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് ബേസിസ് കാരണം നമ്മളിപ്പോ മീഡിയ ഹൈപ്പ് കാണുന്നുണ്ട്. കാന്തെ ഈ സ്മൈലിംഗ് മെഷീൻ എന്നും പറഞ്ഞിട്ട് അവനെ വീണ്ടും മീഡിയാസ് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. സൗദിയിൽ കളിക്കുന്നു, എന്നിട്ടും അവൻ ഫ്രാൻസിനൊരു ടോപ്പ് പെർഫോമൻസ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവൻ അതിന് മാത്രം ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. കഴിഞ്ഞ ആ 2 മാച്ചസിലും ഫ്രാൻസിന്റെ ആയാലും ഒപ്പോണന്റിന്റെ ആയാലും പ്ലേയേഴ്സ് ആവറേജ് ആയിട്ട് കളിച്ചതിൽ കാന്തെ ഒരു 2-3 മൊമെന്റ്സ് ഉണ്ടായതുകൊണ്ട് അവൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. അതിന്റെ ബേസിസിൽ മാൻ ഓഫ് ദി മാച്ച് കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ ചോദിച്ചു. കാന്റെ മുത്താണ്. ഇപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും കളീന്റെ ലാസ്റ്റ് ഏതെങ്കിലും പ്ലെയറിനെ നോക്കി ചിരിച്ചാല് അത് മതി, മീഡിയക്ക് അത് മതി. പിന്നെ ഇനി പക്ഷെ അത്രയും അണ്ടർമൈനും ചെയ്യാൻ പറ്റില്ല. കാണ്ടേക്ക് കൊടുത്തില്ലേ പിന്നെ വേറെ ആർക്കും കൊടുക്കും? ലാസ്റ്റ് 2 ഗെയിംസിൽ ഫ്രാൻസ് ഷാമില് പറഞ്ഞ പോലെ എംബാപ്പ ഇല്ലെങ്കിൽ ഒരു ഓയിലില്ലാത്ത മെഷീൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിയാണ്. പല കളികളും അങ്ങനെയാണ്. ഇപ്പോ മേ ബി ഇനി നെക്സ്റ്റ് വരുന്ന മാച്ച് എന്തായാലും ഫ്രാൻസിന് ക്രൂഷ്യലാണ്.
അവർക്ക് അവിടെ അവരുടെ ടീമിൽ തന്നെയുള്ള മാച്ചസും അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള മാച്ചസും ഇതൊക്കെ നോക്കുമ്പോൾ അവർക്ക് ക്രൂഷ്യലാണ്. അപ്പൊ ഫ്രാൻസിന്റെ പ്രോഗ്രസിനെ എത്രത്തോളം ലൈക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനും ഫർദയും പറഞ്ഞത് എംബാപ്പെ 10 ഗോൾ വരെ അടിക്കാൻ ചാൻസ് ഉണ്ട്, ഫ്രാൻസ് ഷുവർ ഷോട്ട് ഫേവറേറ്റ്സ് ആണ് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ മാൻഡ്രേക്ക് അടിച്ച പോലെ ഉൾട്ടടിച്ച പോലെ എംബാപ്പെ ഇഞ്ചേർഡ് ആയി, ഫ്രാൻസ് മോശം പെർഫോമൻസ്. അപ്പോ അവര് എംബാപ്പനെ ഇനി ഉള്ള പ്രോഗ്രസ് എത്രത്തോളം വിലയിരുത്തുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പറയാം. എംബാപ്പനെക്കാള് കൂടുതൽ ഇപ്പൊ ഓൺ ഗോൾസ് ആണ് മുന്നിൽ നിൽക്കുന്നത് യൂറോയില്. അതാണ് മറ്റൊരു വലിയൊരു അതാണ് ഫാക്ട് എന്ന് പറയുന്നത്. ആർക്കും എംബാപ്പേന്റെ കേസ് ഒപ്പോണന്റിന്റെ സംബന്ധിച്ച് പോസ്റ്റ് നമുക്ക് അടിക്കാൻ തോന്നുന്നത് താല്പര്യമില്ല. എംബാപ്പേന്റെ കേസ് സംബന്ധിച്ച് നമുക്ക് തോന്നുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചറി വന്നതല്ല. എംബാപ്പ അതെ എനിക്ക് തോന്നുന്നത് ഉണ്ടായിരുന്നെങ്കിൽ എംബാപ്പ എന്താ ഇമ്പാക്ട് ഉണ്ടാകും. കാരണം ഫ്രാൻസിന്റെ എംബാപ്പ മിസ് ചെയ്യുന്നത് എത്ര വിഷ്വലായ കാര്യമാണ്. കഴിഞ്ഞ മാച്ചസിൽ കുറെ ചാൻസസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. കുറെ ഓപ്പൺ സ്പേസസിൽ ഫ്രാൻസിനൊന്നും ചെയ്യാൻ കോമഡി എന്ന് പറ്റുന്നില്ല. വെച്ചാൽ റാബിയോട്ടാണ് ലെഫ്റ്റ് വിങ്ങില് കഴിഞ്ഞ കളിയിൽ എംബാപ്പനെ റിപ്ലേസ് ചെയ്തത്. അപ്പൊ അതിൽ മനസ്സിലാവല്ലോ. കാരണം ഹെർണാണ്ടസിന് ഡബിൾ ലോഡായി. കാരണം ഓവർലാപ്പിലും ഡിഫൻഡും ബാലൻസ് ചെയ്യാൻ അതെ പറ്റില്ല. അപ്പോ ആ സൈഡിൽ നിന്ന് കളി തോന്നുന്നു. ഗ്രീസ്മാൻ കുറച്ചും കൂടി സ്റ്റെപ്പ് ഉണ്ട്. കാരണം ഇത്ര സീനിയർ ആയ പ്ലെയർ, ഇത്ര പ്രൂവ് ചെയ്ത പ്ലെയർ ഈ സ്റ്റേജിൽ കുറച്ചും കൂടി കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്റ്റാർട്ട് പോലെയല്ല ഗ്രീസ്മാൻ ഉള്ള സ്ലോപ്പി സ്റ്റാർട്ടാണ് ഈ യൂറോയിലായാലും. പിന്നെ കാൺറ്റെനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാൺറ്റെ റോഹിത് പറഞ്ഞതുപോലെ തന്നെ ഒരു ആവറേജ് ടീം സ്റ്റാൻഡ് ഔട്ട് ആയ പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് പുറത്തെടുത്ത് കളിക്കുന്നവരാണ്. എക്സ്ട്രോർഡിനറി കളിയൊന്നും കാൺറ്റെ ഫ്രാൻസിനായി പുറത്തെടുത്തിട്ടില്ല. അങ്ങനെയാണ് പറയുകയാണ്. ഫ്രാൻസ് മൊത്തത്തിൽ ഡിസപ്പോയിന്റിംഗ് ആണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ടോപ്പ് ടീമിനെ പറ്റി ചോദിക്കാനുള്ള ഇറ്റലിനെ പറ്റിയിട്ട്. ഷാമില് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ട പോലെ ഇറ്റലിനെ റൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇറ്റലി ഇപ്പോ മാച്ച് ഡേ 2 സ്പെയിനായിട്ട് ഓൺ ഗോളിന്റെ ബേസിസിൽ തന്നെ തോറ്റു. യൂറോ കപ്പിന്റെ ടോപ്പ് സ്കോറായ ഓൺ ഗോളിന്റെ ബേസിസിൽ തന്നെ തോറ്റു. അപ്പോ ആ ഒരു മാച്ചും ഇനിയുള്ള ഇറ്റലിന്റെ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസിനൊക്കെ പറ്റിയിട്ട് ഷാമിൽ എന്താ പറയണ്ടത്? ഷാമിൽ ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ കളി സ്കമാക്ക ആസ് യൂഷ്വൽ വായായിട്ട് തന്നെ നിന്നു. പക്ഷെ മൂപ്പര് എന്താ പറയാ, മൂപ്പര് കൂടുതലും കളി ലിങ്കപ്പ് ചെയ്ത് കയറ്റാൻ വരുന്നുണ്ട്. കൂടുതലും ബാക്ക് ഇറങ്ങി വരുന്നുണ്ട് ബോൾ മേടിക്കാനൊക്കെ ആയിട്ട്. കഴിഞ്ഞ കളിയിൽ സ്കമാക്ക എന്ന് ഗോൾ പറയുന്ന കിട്ടിയിട്ടുണ്ട്. ലിങ്കപ്പേല് മാത്രമേ ഉള്ളൂ, അവന്റെ ഗോൾ മൂപ്പരുടെ സ്കോറിംഗിന് ഭാഗത്തുനിന്ന് വരുന്നില്ല. ലിങ്കപ്പ് പ്ലേ മാത്രമേ ഉള്ളൂ, ആ ഫിനിഷിംഗ് ഇല്ല. അതാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ വിങ്ങില് ഫ്രട്ടേസിനെ ഇട്ടത് ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു അപ്രോച്ച് എന്തായിരുന്നു സ്പലേറ്റിയുടെ. ഫ്രട്ടേസി അതെ. കാരണം അറ്റാക്കിംഗ് അല്ലെങ്കിൽ വീട്ടില് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോ ആ ഫ്രട്ടേസിക്ക് വിങ്ങിൽ പകരം അവിടെ ഉപയോഗിച്ചാണ് അവിടെ കളിക്കുന്നത്. അതിന് പകരം പക്ക ടിഎസ്എനെ പൊസിഷൻ മാറ്റി കളിപ്പിച്ചത്, വിങ്ങിന്റെ മാറ്റി മാറ്റി കളിപ്പിച്ചതും ഭയങ്കര ഒരു ഇഷ്യൂ അറ്റാക്കിൽ. ആ കോൺസ്റ്റന്റ് റൊട്ടേഷൻ വന്നത് ഭയങ്കര issue. റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത് ഇപ്രാവശ്യം. അതെ കേസ് കൂടുതൽ റൈറ്റ് വിങ് ആണ് കളിച്ചുകൊണ്ടായത്. അതിനെ ലെഫ്റ്റ് വിങ്ങിലേക്ക് എടുത്തിട്ട് ആശാൻ. പിന്നെ പറയുകയാണെങ്കിൽ വേറെ മിസ്റ്റേക്സ് വെച്ചാല് ജോർഗീനോടെ ചില സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പലപ്പോഴും ജോർഗീനോക്ക് പകരം വേറെ പ്ലെയേഴ്സിനെ ട്രൈ ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പോയി ചില സമയത്ത് അവിടെ. പിന്നെ സ്പെയിന്റെ കളി എന്ന് പറയുന്നത് നന്നായി കളിയായിപ്പോയി. മൊത്തം പ്രസ്സിംഗ് ആയിരുന്നു, ബോൾ പോലും തരാതെയായിരുന്നു അവര് കളിച്ചോണ്ടിരുന്നത്. ശരി. സ്പെയിനെ പറ്റി പറയുമ്പോ ആദിലിനോട്, ബീങ് എ സ്പെയിൻ ഫാൻ, ഇപ്പോ നിക്കോ വില്യംസും അതുപോലെ തന്നെ ലമീൻ യമാലും ഇവര് ടൂർണമെന്റിലെ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആയിട്ടുണ്ട്, യങ് പ്ലേയേഴ്സ്. ലിറ്ററലി എല്ലാ ഫാൻസിനെയും, ഈച്ച് ആൻഡ് എവറി ടീമിന്റെ ഫാൻസിനെ കയ്യിലെടുത്ത 2 പ്ലേയേഴ്സ് ആണ്. ഇവരുടെ ആ മൂവ്മെന്റ്, ഡ്രിബ്ലിങ്, ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം കൊണ്ടും, ഇവരുടെ ആ ഒരു കളിയിലുള്ള ഇമ്പാക്ട് കൊണ്ടും. അപ്പോ ഇവര് രണ്ടുപേരും ആ ടീമിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഇവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ടീവ് ആയിട്ടാണോ ആൽവാരോ മൊറാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈക്കർ കളിക്കുന്നത്? ലൈക്ക് ഇവര് ഇഷ്ടം പോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്പെയിന്റെ ഗോൾ ടാരിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അത് എന്തിന്റെ ഇഷ്യൂ ആണ്? ആൽവാരോ മൊറാട്ടന്റെ ഇഷ്യൂ ആണോ, അതോ ഇവര് ഫിനിഷിംഗ് ചാൻസസ് മുതലെടുക്കാത്തതിന്റെ ഇഷ്യൂ ആണോ? ഫസ്റ്റ് വിങ്ങേഴ്സിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ പൊളി എന്ന് പറഞ്ഞ പൊളി. നമ്മളെ നാട്ടിലൊക്കെ ടോഫിലുണ്ടാവില്ലേ ചെറിയ പിള്ളേര് ചിലവര് നല്ല കളിക്കുന്നത്, ഇറങ്ങിയാല് വലിയ ആൾക്കാരൊന്നും ഒന്നുമില്ല, എല്ലാരും ഡ്രിബിൾ ചെയ്ത് പോകുന്നത്. അതേ കളിയാണ് ഈ 2 പേര്, നീക്കോയും യമാലും. പിന്നെ മൊറോട്ട
നമ്മളെ ക്യാപ്റ്റനാണ്. മൊറാട്ടനെ ക്യാപ്റ്റൻ ആക്കിയപ്പോഴേ ഉറപ്പിച്ച് യൂറോ അടിക്കും. കാരണം മൊത്തത്തില് ടീമിന്റെ പ്ലേയിങ് സ്റ്റൈൽ മാത്രമല്ല, അവരുടെ ഒരു മെന്റാലിറ്റി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പം നല്ല സ്റ്റാർട്ടാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നല്ല സ്റ്റാർട്ടായിരുന്നു 7-0 ജയിച്ചപ്പം. പക്ഷെ അന്ന് നമുക്ക് അറിയായിരുന്നു ഈ ടീം അധികം എത്തില്ല. സോ ഇപ്രാവശ്യം തുടക്കത്തിൽ ആ കോൺഫിഡൻസ് കുറവായിരുന്നു. പക്ഷെ കളിക്കുന്ന കണ്ടിട്ട് ഇവര് ക്വാർട്ടർ സെമിയെങ്കിലും ഉറപ്പിക്കാം. കാരണം ഭയങ്കര അഗ്രസീവാണ്. ഇറ്റലിക്കെതിരെ കണ്ടു, ഇറ്റലിന്റെ ഫുൾ ബാക്സിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീക്കോയി അമ്മാലെ അവരെ തളർത്തിയിട്ടുണ്ട്. ഡിമാർക്കോനൊക്കെ അവിടെ അവന്റെ നഡ്മാക്ക് ചെയ്തിട്ട് കാല് കണ്ട് സ്ലിറ്റ് ആയ ഫോട്ടോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ ദിസ് ടീം ഹാസ് ലോട്ട് ഓഫ് പ്രോമിസ്. പിന്നെ ഗോളിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ ആക്ച്വലി ഡൊണാറുമന്റെ പെർഫോമൻസ് കാരണമാണ് കുറെ ഗോൾസ് വീഴാണ്ടിരുന്നത്. അത് പ്രൈസ് ചെയ്യണം. പിന്നെ മൊറാട്ട ആൻഡ് ലുക്കാക്കു ഇറ്റലി വേഴ്സസ് അവര് സ്പെയിൻ എന്നുള്ള ആ ഒരു മാച്ച് ശരിക്കും ഡൊണറുമ വേഴ്സസ് സ്പെയിനായിരുന്നു മാച്ച് വേണ്ടത്. എങ്ങനെയായിരുന്നു? ആബ്സല്യൂട്ട്ലി. പിന്നെ ബുഫോണ് നല്ല മൊറാ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ചങ്ങായിക്ക്. ബുഫോണ് നല്ല പാരീസിൽ രീതിക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പാരീസിന് വേണ്ടി കളിക്കുന്ന ഡോണറുമ അല്ല ഇറ്റലിക്ക് വേണ്ടി കളിക്കുന്ന ഡോണറുമ. ഇറ്റലിക്ക് വേണ്ടി കളിച്ച് ഡിഫറെന്റ് ബിഹേവിയർ ആണ്. അതെ. പിന്നെ ഇറ്റലിന്റെ ഡിഫൻഡർ കാലിഫിയോരി, സീസൺ ആയിരുന്നു നമ്മുടെ ഇറ്റലിന്റെ ഡിഫൻഡർ കാലിഫിയോരി. കാലിഫിയോരിന്റെ മാർക്കറ്റ് വാല്യൂ എത്ര 10% അങ്ങനെ ഇടിഞ്ഞെന്ന് കേട്ട ആ ഓൺ ഗോളിന് ശേഷം. സോ പക്ഷെ നല്ല ആ ഓൺ പ്രോമിസിംഗ് ഗോൾ ആ ഓൺ ഗോൾ ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആള് കളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓൺ ഗോളെ ഓർമ്മ ഉണ്ടാവുള്ളൂ. മാച്ചിനെ പറ്റി എല്ലാവരും സംസാരിക്കുമ്പോ ആ ഒരു ഓൺ ഗോളേ വരുള്ളൂ വിഷയം. ഓൺ ഗോൾ നന്നായി, കാരണം മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞുകൊണ്ട് ടാർഗറ്റിംഗ് ക്ലബ്സിന് അതൊരു ഉപകാരം. സോ മൊത്തത്തിൽ പറഞ്ഞ സ്പെയിന് കപ്പ് അടിക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ സെമി ഫൈനലെങ്കിലും എത്തും. കാരണം സ്പെയിനിൽ ഒരു സ്റ്റാർ പ്ലെയർ ഇല്ല വേറെ ടീമിനെ പോലെ. എല്ലാ വർഷവും പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ടീം ആണ്, ലൈക്ക് ഒരു കളക്റ്റീവ് ടീമാണ്. സോ അത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പെഡ്രിനെ പോലത്തെ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആവാണ്ട് നോക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സോ അത്രയും മുന്നോട്ട് പോകുന്ന വിശ്വസിക്കുന്ന ടീം. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. എനിക്ക് തോന്നി ഇനി ഒരു സിമ്പിൾ ചോദ്യം, ഗാവിനെ സ്പെയിൻ ടീം മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഗാവിനെ ഏത് ടീമും മിസ് ചെയ്യും. അവന്റെ അഗ്രഷൻ, ആ പാഷൻ കാണുമ്പോ തന്നെ ബാക്കി പ്ലേയേഴ്സിന്, സീനിയർ പ്ലേയേഴ്സിന് ഇറങ്ങി കളിക്കാൻ തോന്നുന്നു. പിന്നെ ഹോസ്റ്റ് കട്ട ഗാവി ഫാൻ വേണ്ട ആ ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. സോ ഗാവിൻ എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കാനുള്ള റീസൺ വേറെ ഒന്നല്ല, സ്പെയിന്റെ പ്രസിംഗ് ഗെയിം ആണെന്ന് എല്ലാവരും ഒപ്പീനിയൻ. അപ്പൊ ആ ഒരു പ്രസിംഗ് ഗെയിമിന് ഇന്ന് ലോകത്ത് ഏറ്റവും ആപ്റ്റായ അണ്ടർ 19 പ്ലെയർ എന്ന് പറയാനുള്ളത് ഗാവി ഇല്ലെങ്കിൽ ആ ടീം ഒരു സ്ട്രക്ചർഡ് ആണ്. ഗാവി ഇല്ലെങ്കിൽ ആ ഒരു ടീം ഫോംഡ് ആണ്. എസ്പെഷ്യലി റോഡ്രി, ദ മാൻ ഇൻ ദ ഡിഫൻസീവ് മിഡ്ഫീൽഡ്. റോഡ്രിയേക്കാളും പെഡ്രിയേക്കാളും ഫാബിയൻ ലൂയിസ് ആണ് ഇപ്രാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കിയത് ടീമിൽ. അതുകൊണ്ട് ഫാബിയന് ചാൻസ് കിട്ടിയില്ല. അതുകൊണ്ട് ഗാവിനെ മിസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഈ യൂറോയിൽ എത്രയോ ഇന്റർസെപ്ഷൻസ് പുള്ളി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പാസിംഗ് പെർസെന്റേജ്. ഇപ്പോഴും എല്ലാരും പറയുന്ന റോഡ്രി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ആ ഒരു മിഡ്ഫീൽഡിൽ പെർഫോം ചെയ്തിട്ടില്ല എന്ന സെൻസ് ആണ്. അതായത് റോഡ്രി ആ ഒരു ടീമിന് വേണ്ടിയിട്ട് ഇപ്പൊ ഫാബിയാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പെഡ്രിന്റെ പെർഫോമൻസ് ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്റെ ചോദ്യം, റോഡ്രി ആ ടീമിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യണ്ടോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. റോഡ്രിനെ മാറ്റി അവിടെ സുബിമെന്റിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്പെയിന്റെ ആ ഒരു മിഡ്ഫീൽഡ് ട്രയോ ഇത്രയും സക്സസ്ഫുൾ ആവുമായിരുന്നു. പെഡ്രി, ഫാബിയാൻ അവർക്ക് ഇത്രയും ഫ്രീഡം കിട്ടുമായിരുന്നു? ഒട്ടുമില്ല. കാരണം റോഡ്രിയും സുബിമെന്റിയും നല്ല ഡിഫറെന്റ് പ്ലേയേഴ്സ് ആണ്. സുബിമെന്റി ആക്ച്വലി ബെറ്റർ ഒരു ഡബിൾ പിവറ്റ് ആയിട്ട് കളിക്കുന്നത്. കാരണം റോഡ്രിന്റെ അത്ര ഫിസിക്കൽ അവയർനെസ്സും, പിന്നെ റോഡ്രി എന്ന് പറഞ്ഞ ബുസ്കറ്റ്സ് ടൈപ്പ് ഓഫ് പ്ലെയറാണ്. ഇവർ എത്ര പെർഫോം ചെയ്താലും മീഡിയ അല്ലെങ്കിൽ ഫാൻസ് സമ്മതിക്കില്ല. കാരണം ഒന്നും കാണുന്നില്ല. അവരുടെ കളി എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ല. അവർ ശ്രദ്ധിച്ചാൽ മാത്രം കാണാൻ പറ്റുന്നതാണ്. സോ റോഡ്രി ഈസ് എ വെരി ഒരു ക്രിട്ടിക്കൽ പ്ലെയർ തന്നെയാണ്. സുബിമെന്റി ഞാൻ പറഞ്ഞ പോലെ നല്ല പ്രോമിസിംഗ് പ്ലെയർ ആണ്. ബട്ട് ആ പിവറ്റിൽ റോഡ്രി അല്ലാണ്ട് വേറെ ആർക്കും കളിക്കാൻ പറ്റില്ല, സ്പെയിൻ ആയാലും സിറ്റി ആയാലും. റോഡ്രിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബിയാൻ സ്പാം ചെയ്യുന്ന ഷോട്ട്സും പെഡ്രി ഇടുന്ന ത്രൂ പാസസും റോഡ്രിന്റെ മൂഡിനനുസരിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് റോഡ്രി. ആ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് പെഡ്രിയും ഫാബിയാനും ഫോം ഔട്ട് കഴിഞ്ഞാൽ കൂടിയും റോഡ്രിനെ ആ ഒരു റോളിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് യൂസ് ആക്കാൻ കഴിയും.
അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആക്ച്വലി പ്ലെയർ? അതിലേക്ക് എനിക്ക് തോന്നുന്നു റോഡ്രിക്ക് അതൊക്കെ കഴിവുണ്ട്, പക്ഷെ പിടിച്ചു വെക്കാൻ റിസ്ക് എടുക്കാണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് മിക്ക ടൈമിലും. അതെ. അപ്പോ ഈ യൂറോ കപ്പില് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, സ്പെയിന്, അങ്ങനെ ഇപ്പൊ നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു 4 ടീമുകൾ, ഇവരെയൊക്കെ പ്രോഗ്രസിനെ എത്രത്തോളം വിലയിരുത്തുന്നുണ്ട്? എത്രത്തോളം ആ ഈ ടൂർണമെന്റിൽ പ്രോഗ്രസ് ചെയ്യും? സ്പെയിനെ പറ്റി ആദ്യം തന്നെ പറഞ്ഞു. ആദ്യം സ്പെയിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാവശ്യം ആക്ച്വലി ഹോപ്പ് ഉണ്ട്. സോ ക്വാർട്ടറിൽ രക്ഷപ്പെട്ടാല് സെമി ഉറപ്പാണ്. ഇനി സെമിയും ഭാഗ്യത്തിന് കയറി മിക്കവാറും ഫൈനലിൽ ക്വാർട്ടർ ഫ്രാൻസിനെ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടും. സെമി അല്ലേ സുഹൃത്തെ? ക്വാർട്ടർ ജയിച്ചു കഴിഞ്ഞാൽ സെമിയാണ്. അതൊരു ഫ്ലോയില് പറയുന്നതാ. കാരണം സ്പെയിനിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് എല്ലാ വേൾഡ് ടീമും കപ്പിന്റെ ക്വാർട്ടർ ടൈമില് ജയിച്ച സെമി ആയിരുന്നു. എടാ ഇവനെ കൊണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ എനിക്ക് ഓർമ്മയുണ്ട് 7-0 ജയിച്ചപ്പോ ഞാൻ നല്ല ഹോപ്പിലായിരുന്നു സ്പെയിൻ ആ കളിയും വെച്ചിട്ട് ഫൈനല് സെമി ഫൈനലിലേക്ക് എത്തുന്നു. പക്ഷെ മൊറോക്കന്റെ എതിരെ ആകെ പോയി. സോ അത് വരാണ്ടിരിക്കാൻ ഞാൻ അങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് രണ്ടാമത് ആലോചിക്കുക, ക്വാർട്ടർ പറയണോ സെമി പറയണോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ജർമ്മനിയിലൊക്കെ ക്വാർട്ടറിന് കിട്ടിയിട്ട് ജർമ്മനീനെ മറികടന്ന ഫൈനലില് ഫ്രാൻസിനെതിരെ എന്ത് സംഭവിക്കാം? അപ്പോ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഇവരാണ് ഈ ടൂർണമെന്റിൽ കറന്റ് ഏറ്റവും ബെസ്റ്റ് 2 സ്ക്വാഡ് വെച്ചിട്ട് ഏറ്റവും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഈ ടൂർണമെന്റിൽ ഏറ്റവും വേസ്റ്റ് ടീമായിട്ട് തന്നെ കണക്കൂട്ടാം. ഫ്രാൻസും ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടുള്ള കളി അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോ ഈ 2 ടീമുകളുടെയും പ്രോഗ്രഷൻ, എസ്പെഷ്യലി ഇംഗ്ലണ്ട്, ബീങ് ആൻ ഇംഗ്ലണ്ട് ഫാൻ, ഫർസീനോട് ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം പ്രോഗ്രസ് ചെയ്യും ഇംഗ്ലണ്ട്? അതോ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ നോക്ക് ഔട്ട് ആകുമോ? ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കം തോന്നുന്നത്. കാരണം എങ്ങനെ നേരിട്ട് ജയിച്ചിട്ടാണ് ശീലം. ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ആണെങ്കിലും ടൂർണമെന്റ്സ് ആണെങ്കിലും എങ്ങനെയൊക്കെ ജയിച്ച് കടക്കും. പക്ഷെ ഇങ്ങനെ കളിച്ചിട്ട് എനിക്ക് തോന്നുന്നത് മാക്സിമം ക്വാർട്ടർ വരെ. ഇപ്പൊ പ്യൂർ വിങ്ങറിന്റെ മിഡ്ഫീൽഡിനെ ആഡ് ചെയ്താൽ തന്നെ മാക്സിമം പ്ലേയേഴ്സിനെ ബിൽഡ് വെച്ചിട്ട് ക്വാർട്ടർ ഫൈനൽ അതുവരെ എത്തും മാക്സിമം. അത് അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതുവരെ കളിക്കുകയാണെങ്കിൽ എന്തായാലും പുറത്താവും. പിന്നെ കഷ്ടപ്പെട്ട് അവിടെ എത്തിയിട്ട് പ്ലേയേഴ്സിന്റെ അബിലിറ്റി വെച്ചിട്ട് മാക്സിമം ഒരു ക്വാർട്ടർ വരെ ആക്കി. ഇപ്പൊ ജർമ്മനി, ഷാമിൽ പറഞ്ഞ ജർമ്മനി ആക്കി വെച്ചാൽ എന്തായാലും അടിച്ചേറി കയറ്റും. സോ എന്തായാലും അതുകൊണ്ട് ക്വാർട്ടർ ഫൈനലിന് മാക്സിമം പ്രതീക്ഷയുള്ളൂ. ഫ്രാൻസിന് ഈ സമയമെങ്കിൽ ഫ്രാൻസ് ഫൈനൽ വരെ എത്താൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫോം വെച്ച് ഫ്രാൻസിന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡെസ്റ്റാംസ് ആണ് കോച്ച്. ഡെസ്റ്റാംസ് പ്രൂവ് ചെയ്ത കോച്ചാണ്. ഈ സൗത്ത് ഗേറ്റിനെ പോലെ ഡെസ്റ്റാംസ് ആള് ലെജൻഡറി മാനേജറാണ്. പുള്ളിക്ക് മാജിക് വേണമെങ്കിൽ ഇപ്പൊ ഏത് നിമിഷമാണെങ്കിൽ ഇപ്പൊ എംബാപ്പെ അടുത്ത മാച്ച് തിരിച്ചു വരുന്നു. അപ്പോ കളി ഫുൾ ചേഞ്ച്, അതിനൊക്കെ സ്ക്വാഡും അതിനകത്ത് ഗെയിമും ഫ്രാൻസിന് കളിക്കാൻ പറ്റും. കഴിഞ്ഞ വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഫ്രാൻസ് വലിയ വേൾഡ് ക്ലാസ് കളിയിൽ കളിച്ചു, പക്ഷെ ഫൈനൽ വരെ എത്തി. അപ്പൊ അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഫൈനൽ വരെ എത്താം എംബാപ്പെ ഫിറ്റ് ആണെങ്കിൽ. കാരണം മാനേജേഴ്സിന്റെയും ടീമിന്റെയും എന്താ പറയുക നിലവാരവും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഫ്രാൻസ് ഫൈനൽ വരെ എത്താം. ഇംഗ്ലണ്ട് മാക്സിമം പോയ ക്വാർട്ടർ ഫൈനൽ. അവിടെ തീരെ വലിയ കാര്യമൊന്നുമില്ല അതുവരെ. അപ്പൊ ഇത്തവണയും വീട്ടിലേക്ക് കപ്പില്ല എന്നർത്ഥം. ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഹോം. അപ്പോ ഇറ്റലിനെ പറ്റിയിട്ട് ശ്യാമിന്റെ അഭിപ്രായം? ഇത്തവണെങ്കിലും തെക്കേ കവാടം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇറ്റലിനെ പറ്റിയിട്ട് ശ്യാമിന്റെ അഭിപ്രായം? എത്രത്തോളം പ്രോഗ്രസ് ചെയ്യും? എന്തായാലും ഗ്രൂപ്പ് കിടക്കും, അതുറപ്പാ. ക്വാർട്ടർ ഫൈനലൊക്കെ ആണെങ്കിൽ ചിലപ്പോ നല്ലൊരു ടീം വന്നാൽ ചിലപ്പോ ഗ്രൂപ്പ് കിടക്കും മിക്കവാറും. പിന്നെ കൂടുതലും എന്താ പറയാ, വലിയ ടീമുകൾ എതിരെ വരുമ്പോ എങ്ങനെയാണ് കളി നോക്കണം. ഇപ്പൊ സ്പെയിനെതിരെ കണ്ട് നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോ വേറെ ഏതെങ്കിലും ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയറ്റ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടീം വന്നാല് ചിലപ്പോ ക്വാർട്ടറിലൊക്കെ കിട്ടിയാല് അവിടുന്ന് പോകാൻ ചാൻസ്. അപ്പോ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിന്, ഇറ്റലി, അതുപോലെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാതിരുന്ന പോർച്ചുഗൽ, ജർമ്മനി, ഇവരൊക്കെ നല്ല രീതിക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള ടീമുകളൊക്കെ നല്ല രീതിക്ക് ഈ ടൂർണമെന്റിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്തതിന്
അതുപോലെ ഈ ടീമുകളിലെ പ്ലേയേഴ്സ് ആയാലും ഇഞ്ചറി ഒന്നും പറ്റാതെ മാക്സിമം അവരെ എഫേർട്ട് എടുത്ത് അവരെ നാഷണൽ വേണ്ടി നന്നായി